നമ്മുടെ പല എഴുത്തുകാരും തങ്ങളുടെ ആശയവിനിമയത്തിനുള്ള ഒരു നല്ല ഉപാധിയായി ഇന്ന് ബ്ലോഗ് എഴുത്തിനെ കാണുന്നു. അതിൻ്റെ നന്മയും സൗകര്യവുമൊക്കെ ആകാം അതിനവരെ പ്രേരിപ്പിക്കുന്നത്. ഡോക്ടർ ജോർജ് പടനിലവും ബ്ലോഗ് എന്ന മാധ്യമത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു. കാണുന്നതൊന്നും സത്യമല്ല എന്ന അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തെ ഒരു രചന ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതെന്താണ് എന്ന് വച്ചാൽ, നമ്മുടെ ഭാരതീയ പ്രാചീന ദർശനത്തിൽ വേദോന്തോപദേശം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് രഞ്ജു പന്നക ന്യായം എന്ന ഒരു പരാമർശമുണ്ട്. അതായത് കയറു കണ്ടിട്ട് അത് പാമ്പാണ് എന്ന് ചിന്തിക്കുന്നു. ആ ഒരു പരാമർശം ഡോക്ടറിൻ്റെ ഈ ഒരു ബ്ലോഗിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച. ഡോക്ടർ, ഈ പ്രാചീന ഭാരതീയ ദർശനം ഒക്കെ ഡോക്ടർ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നു എന്നറിയാം. അതിനകത്ത് കാണുന്ന ഈ രഞ്ജു പന്നക ന്യായം, അതായത് കയറ് കണ്ടിട്ട് അത് പാമ്പാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥ, അതിൻ്റെ പരാമർശത്തിലൂടെ ഒരു വലിയ ലോക സത്യം തന്നെ തുറന്നു കാട്ടുവാൻ താങ്കൾ ആ ഒരു ബ്ലോഗിലൂടെ ശ്രമിക്കുന്നുണ്ട്. അതൊന്ന് വ്യക്തമാക്കാമോ? എന്താണ് താങ്കൾ അവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചതെന്ന്? ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ നമ്മൾ പുറത്ത് കാണുന്നത് എല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ട്. അതൊരു അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ നമ്മുടെ സ്വന്തം പേര് നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഭാഷയിൽ എഴുതി കാണിച്ചാൽ നമുക്ക് വായിക്കാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ പേരല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് അതെങ്ങനെയാണത് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഓരോന്നും പഴയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, കാണുന്നതും കേൾക്കുന്നതും എല്ലാം. ഇപ്പം ഇത് ഒരു പഴഞ്ചൊല്ലുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ, ദി ഐസ് ഡു നോട്ട് സീ വാട്ട് ദ മൈൻഡ് ഡസ് നോട്ട് നോ. മനസ്സിൽ ഇല്ലാത്തതിനെ പുറത്ത് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ളത് മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വേദാന്തത്തിലാണുള്ളത്. മനഃശാസ്ത്രപരമായിട്ട് ഭാരത ദർശനം വളരെയധികം പുരോഗമിച്ചിട്ടുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന മനഃശാസ്ത്ര വിദഗ്ധന്മാരെക്കാളൊക്കെയോ വലിയ പാണ്ഡിത്യമുള്ളവരാണ് പൗരസ്ത്യ ഭാരതത്തിലുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാർ. ബുദ്ധദർശനത്തിലും നാഗാർജുനായും ശങ്കരാചാര്യരുമൊക്കെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട്, മനുഷ്യരുടെ അവബോധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ പാമ്പിനും കയറും തമ്മിൽ സാമ്യപ്പെടുത്തുന്ന ഉദാഹരണം ഏറ്റവും നന്നായിട്ട് വിവരിച്ചിട്ടുള്ളത് ശങ്കരാചാര്യരാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിൻ്റെ പരമാർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹം പറയുന്ന ഒരു കഥ ഇതാണ്. ഒരു കർഷകൻ വളരെ വൈകി വീട്ടിൽ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല നിലാവുള്ള രാത്രിയാണ്. വേറെ ഒരു വഴിക്ക് വേറെ യാതൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റ് യാത്രക്കാരോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ മുമ്പിൽ ഒരു വലിയ പാമ്പ് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭയചകിതനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇയാളുടെ നാക്ക് പോലും പൊങ്ങുന്നില്ല. ഭയവെക്കത്തുകാരെ ഒന്ന് വിളിച്ച് സഹായത്തിന് വിളിക്കാൻ. അതെ, ഇയാളുടെ കയ്യിൽ വടിയോ ഒന്നുമില്ല. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാമ്പ് പതുക്കെ എഴുതി അതങ്ങ് പോകുന്നു. പക്ഷേ ഇതേക്കുറിച്ച് അയാൾക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. അപ്പം അവർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇയാൾ സമാധാനം വരുന്നില്ല. ഇയാൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഇയാൾ അയൽവക്കത്തുള്ള എല്ലാവരെയും വിളിച്ച് പറയുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നേ. ഉടനെ അവർ പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ വിളിക്കണം, ഞങ്ങളെല്ലാവരും വരും, അതിനെ കൊല്ലാം എന്ന് പറയുന്നു. അത് കേട്ട് ഇയാൾ സമാധാനത്തിൽ പോകുന്നു. ഏതായാലും കുറേ കാലത്തേക്ക് അയാൾ ആ സമയത്ത് വീട്ടിലേക്ക് പോകുന്ന സമയം മാറ്റി നേരത്തെ തന്നെ വീട്ടിൽ പോകാൻ തുടങ്ങി. എന്നിരുന്നാലും കയ്യിൽ എപ്പോഴും ഒരു വടി കരുതിയിരുന്നു. ആ പാമ്പിനെ എപ്പോഴേലും കാണുകയാണെങ്കിൽ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീണ്ടും ഇങ്ങനെ പതിവില്ലാതെ കണ്ട് താമസിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ വീണ്ടും
വഴിയിൽ ഒരു പാമ്പ് കിടക്കുന്നു. ഇയാൾ ഉടനെ ഭയങ്കരമായിട്ട് ആർത്തട്ടഹസിച്ചു. എല്ലാവരെയും വിളിച്ചു പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞു. ഉടനെ അയൽവക്കത്തുകാരെല്ലാം ഓടിക്കൂടി ഒരു വലിയ ജനാബിലി ചുറ്റും കൂടി ഇതിൻ്റെ എല്ലാം കൊണ്ട് ഉടനെ ഓരോരുത്തർ പറഞ്ഞു, അയ്യോ അത് ഭയങ്കര മൂർഖൻ പാമ്പാണ്, പയ്യാനി പാമ്പാണ്, ആ പാമ്പാണ്, ഈ പാമ്പാണ്, ഇതിനെ തൊട്ട് പോകരുത്, ഭയങ്കര വിഷമുള്ളതാണ്, അത് കടിച്ചാൽ ഉടനെ ചത്തു, അതായതെന്നെല്ലാം പറഞ്ഞ് ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം കൂട്ടി. അപ്പോൾ ആരും ഇതിനെ തല്ലാനായിട്ട് തയ്യാറാകുന്നില്ല. ഉടനെ ഒരു വലിയ ബുദ്ധിയില്ലാത്ത ഒന്ന് മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മനുഷ്യനെ അങ്ങനെ ഇങ്ങനെ ഇയാൾ ഇത് മാത്രം ഇങ്ങനെ നോക്കുന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളെ മുന്നിലോട്ട് തള്ളി വിട്ട് കഴിഞ്ഞ് ഇയാൾ പറഞ്ഞു, ഇത് പാമ്പൊന്നും അല്ല, ഇത് ഇറങ്ങുന്നില്ലല്ലോ, ഈ ബഹളമൊന്നും ഉണ്ടായിട്ട്, എന്നാൽ നീ അടിക്കടാ അതിനെന്ന് പറഞ്ഞ് ഇയാളെ പിന്നെയും തള്ളി. ഏട്ടനെ അയാൾ കറഞ്ഞു. ഏതായാലും അയാളെ ഇതെടുത്ത് ഇങ്ങനെ അങ്ങ് പൊക്കിയപ്പോഴത്തേക്ക് അതുപോലെ ഒരു കയറായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാം ഭയങ്കര ചമ്മലായിപ്പോയി. അവർക്ക് ഈ മനുഷ്യൻ, ഈ ബുദ്ധിമാന്ദ്യമുള്ള ഈ മനുഷ്യൻ ഇവരെയെല്ലാം മണ്ടന്മാരാക്കിയല്ലോ എന്നുള്ള ആ ദേഷ്യത്തിന് അവർക്കെല്ലാം അയാളോട് ഭയങ്കര ദേഷ്യം വരികയും അയാൾ തള്ളിമാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഈ ഉദാഹരണത്തിൽ ശങ്കരാചാര്യരെ വിവരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാമ്പിനെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന ഭയത്തിൽ നിന്നും വളരെ വ്യക്തമായ ഒരു രൂപം ഈ കർഷകൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് സാമ്യമുള്ള എന്തെങ്കിലും കാണുമ്പോൾ ആ പാമ്പിൻ്റെ ആ ഇമേജ്, ആ പാമ്പിനെക്കുറിച്ച് ഇയാൾ മനസ്സിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ആ ഇമേജ് ഈ കയറിൻ്റെ പുറത്തേക്ക് ഇയാൾ കയറ്റിപ്പെടുക്കുകയാണ്. അപ്പം അയാൾ കയറിനെയല്ല കാണുന്നത്, പാമ്പിനെയാണ് കാണുന്നത്. അത് കയറാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നല്ല അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് നേരത്തെ തന്നെ ചെറുപ്പം മുതലേ നമ്മൾ മനസ്സിൽ കാണുന്ന, മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇമേജസ് ആണ് നമ്മൾ പുറത്ത് കാണുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യ രൂപത്തിൽ കാണാനുള്ള കഴിവ് നമുക്കില്ല. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിലില്ല ആ യാഥാർത്ഥ്യം. അപ്പോൾ അതാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആൾക്കാരെല്ലാം വിശ്വസിച്ചു ഇത് ആ കയറ് പാമ്പാണെന്ന്. പക്ഷേ കയറായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അവരെല്ലാം വിശ്വസിച്ചാലും അവരെല്ലാം അതിനെ അടിക്കണമെന്ന് വിചാരിച്ചാലും കൊല്ലണമെന്ന് വിചാരിച്ചാലും എന്നാണെന്ന് ചെയ്യുക, ആ കയറ് പാമ്പാകാൻ പോകുന്നില്ല. എന്നും കയറെന്നുള്ള ഈ ഉദാഹരണത്തിൽ കയറെന്നുള്ളതാണ് സത്യം. അപ്പം സത്യത്തിന് ലോകം മുഴുവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എന്നാലും സത്യം സത്യമായിട്ട് എന്നും നിലകൊള്ളും. എത്ര ശ്രമിച്ചാലും കയറിനെ പാമ്പാക്കാനൊക്കത്തില്ല. പക്ഷേ ആ കയറെന്നുള്ള ഒരു സംഗതി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പാമ്പെന്നുള്ള പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ, എത്ര തെറ്റായ അഭിപ്രായത്തിലാണെങ്കിലും ശരിയാ, ഒരു കരട് സത്യം കാണും. ആ കരട് സത്യം ഇല്ലെന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും സത്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ വളച്ചൊടിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ പറയുന്നതാണ് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതാണ് അതിനകത്തെ പ്രധാന കാര്യം. ഒന്ന്. രണ്ടാമത്, മുമ്പ് പറഞ്ഞതുപോലെ സത്യം എന്നും സത്യമായിരിക്കും, അതിനെ വളച്ചൊടിക്കാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്, ഇപ്പോൾ ആ കൂടിയിരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഭയം മാറി അത് കയറാണെന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ സത്യം മനസ്സിലാകുമ്പോൾ ഭയം മാറിപ്പോകും. ഈ ഭയം ഉണ്ടാകുന്നത് മുഴുവൻ നമ്മുടെ അജ്ഞതയിൽ നിന്നാണ്. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയം മിക്കവാറും നമ്മുടെ അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഭയം മാറ്റണമെന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്ന് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ രാത്രി ചുറ്റുപാടുള്ള 2-3 വീടുകളിൽ കള്ളൻ കയറി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും ഒരു പൂച്ച അല്ലെ ഒരു പട്ടി മുറ്റത്തൂടെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കള്ളനാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് കയ്യിൽ തോക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുറി തുറന്ന് ഈ കള്ളനെ വെടിവെക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ്റ് വന്ന് ഒരു വാഴയുടെ ഈ ഓലയോ എന്തെങ്കിലും ഇങ്ങനെ മാറുകയാണെങ്കിൽ, വാഴയുടെ ഇലയോ എന്തെങ്കിലും ഉണങ്ങിയ ഇല മാറുകയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും കള്ളൻ അവിടെ പതിയിരിക്കുന്നതെന്ന് വിചാരിച്ച് വെടിവെച്ചെന്ന് വരും. ഇതൊക്കെ അതേസമയം അത് വെറും വാഴയുടെ ഇലയെ അത് മൂവ് ചെയ്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വെടിവെക്കത്തില്ല. അപ്പോൾ സത്യം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയം മാറ്റാനുള്ള ഏക മാർഗം സത്യം എന്താണെന്നുള്ളത് അറിയുക. പക്ഷേ ആ സത്യം അറിയുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം, നമ്മുടെ യഥാർത്ഥ മനസ്സ് സത്യമാണ്. അതായത് സത്യം, സ്നേഹം, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. പക്ഷേ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അതിനെ കുറ്റബോധമെന്ന പുകമുറ കൊണ്ട് മറച്ച് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ
സത്യത്തിൽ കൂടെ ഒളിഞ്ഞു നോട്ടമാണ് കാണുന്നത്. അപ്പോൾ കുറേശ്ശെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചന്ദ്രബിംബം ഇങ്ങനെ ഇത് ഓളത്തിനിടയിൽ ഇങ്ങനെ കാണുന്ന ചെറിയ ചെറിയ ചിന്ന ഭിന്നങ്ങളായ ഭാഗങ്ങൾ പോലെ നമ്മുടെ യഥാർത്ഥ മനസ്സിൻ്റെ ചിന്ന ഭിന്നങ്ങളായ ഭാഗങ്ങളാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതും സത്യമറിയാതെയാണ്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നീ സത്യം അറിയുകയാണെങ്കിൽ സത്യം നിന്നെ സ്വതന്ത്രനാക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭാരത ദർശനത്തിൽ പറയുന്ന സത്യമേവ ജയതേ, സത്യം മാത്രമേ അൾട്ടിമേറ്റ്ലി വിജയിക്കുന്നത്, സത്യം മാത്രമേ ഉള്ളൂ, വേറൊന്നും വിജയിക്കുകയില്ലായിരുന്നു. അപ്പം ആ സത്യം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ട കാര്യം. അതിനാണ് നമ്മുടെ ഈ പരമ്പരയിലുള്ള പ്രധാന പരിശ്രമം. സത്യം എന്താണെന്ന് മനസ്സിലായി മനസ്സിലെ സംഘർഷം ഒഴിവാക്കി മനസമാധാനത്തിൽ സന്തോഷത്തോടുകൂടി സ്വർഗീയാനുഭൂതി കൈവരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. വളരെ അർത്ഥവത്തായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. സത്യത്തിൻ്റെ അനശ്വരതയെ പുൽകാനാണ് ഡോക്ടർ ലോകത്തെ തന്നെ ആഹ്വാനം ചെയ്യുന്നത്. സത്യം എന്ത് എന്ന് മനസ്സിലാക്കുമ്പം ഭയം, കുറ്റബോധത്തിൽ നിന്നുളവാകുന്ന ഭയം എവിടെയോ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ സത്യം അന്വേഷിക്കുക, അത് കണ്ടെത്തുവാൻ ശ്രമിക്കുക. അത് കണ്ടെത്തി കഴിയുമ്പോൾ ജീവിത വിജയം നമ്മുടേതായി തീരും എന്ന ആ ഒരു ലോക സത്യം തന്നെയാണ് തൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ ഒരു 100% പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ ആവിഷ്കരിക്കുവാൻ ഡോക്ടർ ശ്രമിക്കുന്നത്. ഡോക്ടറിൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ നമുക്കിനിയും അടുത്ത എപ്പിസോഡുകളിൽ സഞ്ചരിക്കാം.